ഡിയർ ഫ്രണ്ട്സ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്കും വീട്ടിൽ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 5 തേങ്ങയാണ്. നല്ലതുപോലെ തിരുവി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഞവടി കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും കൈ കൊണ്ട് നല്ല രീതിയിൽ ഞവടിയതിന് ശേഷം ഇതുപോലെ ഞവടുമ്പോൾ ഇതിനുള്ളിലുള്ള പാല് ഒന്ന് വെളിയിലോട്ട് വന്ന് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ രീതിയിലാണ് നമുക്ക് ഈ തേങ്ങ കിട്ടുക. ഈ കുഴഞ്ഞ പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് മിക്സിയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേരാൻ പാടില്ല. വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് ഒരു ടേസ്റ്റും കാണത്തില്ല. അതുപോലെ തന്നെ കുറേ നാൾ നമുക്ക് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് കനച്ചു പോകും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ കൈകൊണ്ട് ഞവടി കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. കൈകൊണ്ട് പിഴിഞ്ഞാൽ എത്ര പാല് കിട്ടുമോ അത്രയും പാല് വെളിയിലെടുത്താൽ മതിയാകും. എന്നാൽ മാത്രമേ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. ഈ 5 തേങ്ങയിൽ നിന്ന് ഞാൻ ഏതാണ്ട് 1 ഗ്ലാസ് പാലോളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് മാത്രം പിഴിഞ്ഞാൽ എടുത്താൽ മതി. ഇത് നല്ല ഡ്രൈ ആയി, വെള്ള നനവുമെല്ലാം മാറി ഒരു നല്ല ഡ്രൈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ആ കുഴഞ്ഞ രൂപമെല്ലാം മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കടായി ചൂടാക്കി ലോ മീഡിയം ഫ്ലെയിമിൽ വേണം കടായി ചൂടാക്കാൻ. കടായി ചൂടാക്കിയതിന് ശേഷം നമുക്കൊരു 12 മിനിറ്റോളം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ വിട്ടു പോയാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കിയെടുത്താൽ മതിയാകും. നല്ല ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് നമുക്ക് ലഡ്ഡു, ചോക്ലേറ്റ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 12 മിനിറ്റോളം കൈവിടാതെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ജാറിലോ സിബ് ലോക്കിലോ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.